ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലൊഴിച്ചിട്ടുള്ള മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു മുട്ടക്കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ കൂടെയും അരിപ്പുട്ടിൻ്റെ കൂടെയും അതേപോലെ തന്നെ പത്തിരീൻ്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അതേപോലെ രാവിലെ ഇപ്പം നമ്മൾ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ മോൻ ഈ ഒരു കറി ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും നല്ലോണം ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്പി കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരു ചൂടുകട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുകയാണ്, ഒരു 1.5 ടീസ്പൂൺ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഒരു കുടം വെളുത്തുള്ളിയും ഒരു നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ്, കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ലാണ്. അതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. 1.5 സവാളയാണ്. ഒരു മീഡിയം സൈസ്ഡ് സവാളയാണെങ്കിൽ ഒരെണ്ണം മതി. ചെറിയ സവാളയാണ് ഇപ്പം ഞാനിവിടെ എടുത്തത്, അതുകൊണ്ട് 1.5 എടുത്തത്. വലിയ സവാളയാണെങ്കിൽ 3/4 മതി കേട്ടോ. സവാളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഈ സവാള നമ്മളിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി എന്ന് കരുതി തീരെ വേവാതിരിക്കരുത്. ഒന്ന് വാടി ഒന്ന് കുഴഞ്ഞ് ഇങ്ങനെ വരില്ലേ, ആ ഒരു പരുവമായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത്തിരി ഒന്ന് മുരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈഡ് ആവരുത് കേട്ടോ. പെട്ടെന്നൊന്ന് മുരിയാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് സോൾട്ട് ഭയങ്കര നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. തൈറോയിഡ് ഗ്ലാൻഡിനൊക്കെ ഒത്തിരി നല്ലതാണ് പിങ്ക് സോൾട്ട്. ആരോഗ്യപ്രദമായിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പിങ്ക് സോൾട്ട് മേടിച്ച് നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കണം. ഇന്ന ബ്രാൻഡൊന്നുമില്ല, ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ബ്രാൻഡിൻ്റെ പിങ്ക് സോൾട്ട് എടുക്കണം കേട്ടോ. ഇനി ടേസ്റ്റിന് ഞാൻ കുറച്ച് ചെറിയുള്ളി, ഒരു 8 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ടേസ്റ്റ് ഒത്തിരി കൂട്ടും കേട്ടോ ചെറിയുള്ളി ഇടുമ്പോൾ. അതിന് ശേഷം നമുക്ക് പച്ചമുളക്, ഒരു 3 വലിയ പച്ചമുളക് നടുവിൽ കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഒരു 4-5 മിനിറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് യോജിച്ച് വന്നോളും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ വീട്ടിൽ ഇട്ട് വെക്കുന്നവരോ അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ടു, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടി ഇടുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമാണ്. അത് ഞാനൊരു 1/4 പകുതി 1/8 ഇത് ഇടുന്നുണ്ട്, നുള്ള്. അതിനുശേഷം ഗരം മസാല ഇതിന് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ 2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഗരം മസാലയായിട്ട് വീട്ടിലിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് ആദ്യം എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് 2ാം പാൽ എടുത്ത് ഒഴിക്കാം. ഇപ്പോൾ 2ാം പാൽ ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് ഇതായി വരുന്ന 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഒരു 1/2 കപ്പിൻ്റെ പകുതി 1/4 കപ്പും കൂടെ ഒഴിക്കാം. അതൊരു 2 മിനിറ്റ് ഒന്ന് അതിനകത്തിരുന്ന് ഒന്ന് തിളയ്ക്കണം. എല്ലാം കൂടെ നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അത്രയുള്ള വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വെള്ളം പല തവണയായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 1/2 കപ്പ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒരു 1/2 കപ്പ്, 1/2 കപ്പിൻ്റെ 3/4 ഭാഗം എടുക്കാം. നമുക്ക് നമ്മുടെ കറിയുടെ ഇതനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ കോക്കോനാടിൻ്റെ മിൽക്ക് പൗഡറാണ് കേട്ടോ, കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. നല്ല ബ്രാൻഡാണ് കേട്ടോ, നല്ല പൊടിയാണ്. ഇതിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ. ഇതിന് പകരം മാഗിയുടെ ആണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഈ KLFൻ്റെ ആണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മുട്ട പുഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വരഞ്ഞ് എടുക്കുകയാണ്. ഇങ്ങനെ വരയുന്നത് നല്ലതാണ്, കാരണം നമ്മുടെ ഈ മസാലയൊക്കെ മുട്ടേൻ്റെ ഉള്ളിലേക്ക് കയറി നല്ലൊരു ഫ്ലേവർ വരും. ഇപ്പം നമ്മളൊരു 5 മിനിറ്റായിട്ട് നമ്മുടെ
പാലൊഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കണം. ഒന്ന് ഇളക്കി ആ വരഞ്ഞ മുട്ടയല്ലേ, അപ്പം എല്ലാ ഉള്ളിലേക്കൊക്കെ ആ ഒരു വെള്ളവും മസാലയും എല്ലാം കൂടി ഗ്രേവിയൊക്കെ അബ്സോർബായി നല്ല ടേസ്റ്റായിരിക്കും മുട്ട കഴിക്കുമ്പോൾ. നമ്മളെന്തിനാ വെള്ളം പലതവണയായിട്ട് ആഡ് ചെയ്യുന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആ തേങ്ങാപ്പാലിൻ്റെ ഒപ്പം തന്നെ മിക്സ് ചെയ്തിട്ടാ പോരെന്നുണ്ടാവും. അങ്ങനെയല്ല, തേങ്ങാപ്പാൽ ഒന്ന് കുക്ക് ചെയ്ത് പിന്നെ വെള്ളം ഒഴിച്ച് പിന്നെയും കുറച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ പിരിയുന്നത് കുറയും. ഇപ്പം നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ നല്ല മണമാണ്. ഇപ്പം നല്ല തിളച്ച് നല്ല കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ഒന്നാം പാല്, കട്ടിയുള്ള ഒന്നാം പാലും കൂടെ ഒഴിക്കാം. 1/4 കപ്പിന് പകരം 1 കപ്പായാലും ഒഴിക്കാം. ഞാനിപ്പോൾ 1/4 കപ്പേ ഒഴിക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് സിമ്മർ ചെയ്യിപ്പിക്കാം. ആ ഒരു എല്ലാം ഒന്ന് യോജിച്ച് നല്ല ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ കറി കഴിഞ്ഞു. ഭയങ്കര എളുപ്പത്തിൽ നമ്മൾ, പ്രത്യേകിച്ച് ആ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് സിമ്മർ ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വിതറുകയാണ്. അത് ഓപ്ഷണലാണ്. നമ്മൾ ഓൾറെഡി കറിവേപ്പില ഇട്ടായിരുന്നു. കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് ഈ കറിക്ക് നല്ലതാണ്. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വിനിഗർ ഇട്ട് കൊടുക്കാം. അതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഒഴിച്ച കറി ആയതുകൊണ്ട് ഇത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ ഗ്രേവി കുറച്ച് ബാക്കി എന്തായാലും വരും. അപ്പോൾ നമുക്ക് പിറ്റേന്നത്തേക്കും എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മുട്ട മാത്രം പിറ്റേന്ന് പുഴുങ്ങിയാൽ മതി. അവിടെയും നമുക്ക് ടൈം ലാഭിക്കാം. അപ്പോൾ പക്ഷെ നമ്മളിത് വെക്കുമ്പോൾ ചീത്തയാവാൻ സാധ്യതയുണ്ട്. കാരണം ചൂടുകാലമൊക്കെ അല്ലേ, ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിലും ചീത്തയാവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വിനിഗർ അതിനാണ് കേട്ടോ ഒഴിക്കുന്നത്. അതിനുശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം അതവിടെ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴേക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടെ കമ്പൈൻ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കേട്ടോ.